ഹലോ, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അവനെ മുത്തശ്ശിക്ക് കുത്തിവെക്കാനുള്ള മരുന്നൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് അപർണ നാടകം കളിക്കുകയാണ്. അയ്യോ മുത്തശ്ശി, ഇതിൽ മരുന്നൊന്നും ഇല്ലല്ലോ, തീർന്നിരിക്കുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏതായാലും മരുന്ന് വാങ്ങാനൊന്നും നേരമില്ല. അമ്മ വേഗത്തിൽ ഡ്രസ്സ് മാറി, നമുക്ക് വേഗം മുത്തശ്ശിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ 3 പേരും ഇളനീരൊക്കെ കഴിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ അപർണ മോള എന്നെ രക്ഷിച്ചത്, അവൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അതിലിടയ്ക്ക് അപർണ അമലിൻ്റെ കോൾ വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ഇപ്പോൾ ഓക്കെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അമലിൻ്റെ ഓടി. എന്നിട്ട് അപർണ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും കിട്ടിയില്ലെങ്കിൽ ഇനിയും ഇതുപോലെയൊക്കെ സംഭവിക്കും. ഇനിയും എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ട ആളാ മുത്തശ്ശി. ഏതായാലും അപർണയുടെ നാടകമൊന്നും മനസ്സിലാകാതെ മുത്തശ്ശി പറയുന്നുണ്ട്, കൃത്യസമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മോളാ എൻ്റെ ജീവൻ രക്ഷിച്ചത്. എന്നിട്ട് മുത്തശ്ശി മഞ്ജുവിനെ കുറ്റം പറയുന്നുണ്ട്. മരുന്ന് തീർന്നിട്ടും പറയാതിരുന്നതിൻ്റെ പേരിൽ മഞ്ജുവിനെ നന്നായി കുറ്റം പറയുന്നുണ്ട് മുത്തശ്ശി. എന്നിട്ട് മുത്തശ്ശി അപർണയോട് പറയുന്നുണ്ട്, നീ അവളെ പുറത്താക്കി വേറെ ആരെങ്കിലും വേലയ്ക്ക് വയ്ക്ക്, അവൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപർണ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് അവളോ ആ വീട്ടിലുള്ള മറ്റാരെങ്കിലോ കാരണം ഒരു പ്രശ്നവുമാകാതെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശിയാ എനിക്ക് പ്രധാനം. കൃത്യസമയത്ത് മുത്തശ്ശിയുടെ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വരാതിരുന്നാൽ പോരെ, അത് ഞാൻ ഏറ്റു. എന്തോ ഒരു ഗൂഢ ഉദ്ദേശമുണ്ട് നമ്മുടെ അപർണയ്ക്ക്. പിന്നെ അവരെല്ലാം കാറിൽ കയറി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അബിയും ജാനകിയെയുമാണ്. അവരിങ്ങനെ അമ്മയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും വ്യക്തമായി ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട് തന്നെ ജാനകി ഭയങ്കര സങ്കടത്തിലും നിരാശയിലുമാണ്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ അബിയും ജാനകിയും വക്കീലും കൂടി ഒരു ഓർഫനേജിലെത്തുന്നുണ്ട്. കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് ജാനകിയുടെ അമ്മ അവിടെ താമസിച്ചിരുന്നു. അവിടെയുള്ള മദർ രേഖകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് മദർ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ താമസിച്ചിരുന്ന കാലത്തെ രേഖകളൊന്നും ഇപ്പോൾ ഇവിടെയില്ല. അതിന് ശേഷമുള്ള രേഖകളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്നും രാധാമണി എന്ന ഒരാളെ പറ്റി പറയുന്നില്ല. ഇത് കേട്ടതും അബിയും വക്കീലും ജാനകിയുടെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കുന്നുണ്ട്. ജാനകിയാണെങ്കിൽ സങ്കടവും നിരാശയുമൊക്കെയായി കരച്ചിലടക്കം പാടുപെട്ട് നിൽക്കുകയാണ്. അപ്പോൾ മദർ പറയുന്നുണ്ട്, ജാനകി അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. ഇതുപോലൊരു ഓർഫനേജിൽ തന്നെ ആയിരുന്നില്ലേ ജാനകിയും വളർന്നത്? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മദർ ആഗ്നസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഞാൻ വളർന്ന ഓർഫനേജ്. എന്നിട്ട് ജാനകി മദറിനോട് ചോദിക്കുന്നുണ്ട്, എനിക്കെൻ്റെ അമ്മയെ കണ്ടെത്താൻ കഴിയുമോ മദർ? അപ്പോൾ മദർ പറയുന്നുണ്ട്, തീർച്ചയായും. അല്ലെങ്കിൽ എന്തിന് ജാനകി ഇപ്പോൾ ഈ വിവരം അറിയണം? അമ്മയിലേക്കുള്ള വഴി കർത്താവ് ജാനകിക്ക് കാണിച്ചു തരും. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് പ്രായമായ ഒരു സ്ത്രീയെയും ജാനകിയെയുമാണ്. ആ സ്ത്രീ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, മോള് രാധാമണിയുടെ? അപ്പോൾ തന്നെ ജാനകി പറയുന്നുണ്ട്, ജാനകി കരയുന്നുണ്ട്, അതെ, ഞാൻ രാധാമണിയുടെ മോളാണ്. അത് കേട്ടതും ആ സ്ത്രീ ആ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെയാണ് പിന്നെ സംസാരിച്ചത്. എൻ്റെ ആയുസ് കർത്താവ് ഇത്രയും കാലം നീട്ടിവെച്ചത് ഈ മുഖമൊന്ന് കാണാനാ. മേരിക്കുട്ടി അമ്മയ്ക്ക് ഇനി മരിച്ചാലും വേണ്ടില്ല മോളെ. എന്നിട്ട് 2 പേരും കരയുന്നുണ്ട്. ഏതായാലും ജാനകി അവരുടെ അമ്മയുടെ അടുത്തെത്താറായി എന്ന് വേണം കരുതാൻ. ഇതോടുകൂടി പ്രൊമോ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.